നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഷൈൻ ഡോൺ ചാക്കോയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. സാറ്റലൈറ്റ് ചാനൽ ഉൾപ്പെടെ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് തുടക്കം വെച്ചത് നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് വിൻസി അലോഷി ഒരു പരിപാടിക്ക് പോയപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരായിട്ട് താൻ ഇനി അഭിനയിക്കില്ല എന്ന് പറയുകയും പിന്നീട് അതിൽ മോശമായ കമൻറ്റ് വന്നപ്പം മറ്റൊരു വെളിപ്പെടുത്തൽ വിൻസി നടത്തുകയും ചെയ്തു. വിൻസി അന്ന് പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിൽ നിന്ന് തന്നെ അന്ന് വിൻസി പറഞ്ഞത്, തനിക്ക് ഒരു സെറ്റിൽ വെച്ച് വിൻസി ആരുടെയും പേര് പറയാതെ തന്നെ, അത് എടുത്തു പറഞ്ഞു, വിൻസി ആരുടെയും പേര് പറയാതെ തന്നെയാണ് പറഞ്ഞത്. തനിക്ക് സെറ്റിൽ വെച്ച്, സിനിമയുടെ പേര് പോലും പറയാതെയാണ് വിൻസി പറഞ്ഞത്, തനിക്ക് സെറ്റിൽ വെച്ച് ഒരു ദുരനുഭവം ഉണ്ടായി. ഒരു മെയിൻ താരവുമായി ബന്ധപ്പെട്ടാണ് വിഷയമുണ്ടായത്. അദ്ദേഹം എന്തോ വെള്ള പൊടി ഉപയോഗിച്ച് വായിൽ നിന്ന് തുപ്പുന്നത് കണ്ടു. തന്നോട് മോശമായ ഒരു പെരുമാറ്റം, സംസാര രീതി ഉണ്ടായി. അതൊന്നും സെറ്റിലുണ്ടായിരുന്ന ഡയറക്ടറെയും ഉൾപ്പെടെ ഉള്ളവരെ ഞാൻ അറിയിച്ചിരുന്നു. പിന്നീട് ഡയറക്ടർ എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് എങ്ങനെയെങ്കിലും സിനിമ തീർക്കണം എന്നുള്ളൊരു ഇതിലായി ഡയറക്ടർ മാറി, സംവിധായകൻ മാറി, അതോടൊപ്പം എൻ്റെ അണിയറ പ്രവർത്തകർ മാറി. അങ്ങനെയാണ് ആ സിനിമ തീർത്തത്. പക്ഷേ ഇപ്പോൾ പറയാതിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെയാണ് അന്ന് വിൻസി അലോഷി പറഞ്ഞത്. ആ വിൻസി പറഞ്ഞ വാക്ക് നമ്മളൊന്നും കൂടെ കേൾക്കുന്നു. അന്നെല്ലാം സംവിധായകൻ അറിയാമായിരുന്നു, എല്ലാം പറഞ്ഞു എന്നാണ് വിൻസി പറയുന്നത്. ആ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ്, ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും ഒരു ഷോട്ടിനല്ല, ഒരു നമ്മൾ സീൻ പ്രാക്ടീസിങ്ങിൻ്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ടു ദ ടേബിൾ. സോ ഭയങ്കര എവിഡൻ്റാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. ഈ അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും എല്ലാവരും മെയിൻ ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ, ആ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ വച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായാവസ്ഥയും കൂടെ എല്ലാവരുടെയും, ആ ഡയറക്ടറിൻ്റെയും ടീമിൻ്റെയും എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ട് ആക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ മുന്നോട്ട് പോയത്. ആൻഡ് എനിക്ക് വളരെ ഫ്യൂ ഡേയ്സും കൂടിയാണ് അതിലുണ്ടായിട്ടുള്ളൂ. അപ്പം എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് ഞാൻ തീർത്തൊരു സിനിമയാണ്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച ചെയ്തു. വിൻസി പരാതി കൊടുക്കുന്നു, ചേംബറിന് പരാതി നൽകുന്നു. ചേംബറിനല്ല, അതിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്കാണ് പരാതി നൽകിയ. ചേംബറിൻ്റെ കീഴിലാണ് ആ കമ്മിറ്റി. അതിലേക്ക് പരാതി നൽകുന്നു. താരസംഘടന അമ്മയ്ക്ക് പരാതി നൽകുന്നു. അമ്മ വിൻസിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു. ചേംബർ പരാതി സ്വീകരിക്കുന്നു. ചേംബർ നാളെ 3 മണിക്ക് ഷൈൻ ഡോൺ ചാക്കോയെ വിളിച്ചു വരുത്തുന്നു. മീറ്റിംഗ് അടിയന്തരമായി കൂടുന്നു. അമ്മ അന്ന് താൽക്കാലിക കമ്മിറ്റി കൂടുകയും വിൻസിയുടെ പരാതി സ്വീകരിക്കുകയും ചെയ്തു. അന്നൊന്നും വിൻസിയുടെ പരാതിയിൽ വിൻസി അതിനകത്ത് പറഞ്ഞൊരു കാര്യം, ഈ പരാതിയിൽ പറയുന്ന ആളുടെ പേരോ സിനിമയുടെ പേരോ പുറത്തു പോകരുതെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അന്ന് ഈ കമ്മിറ്റി കൂടി അന്ന് രാത്രി തന്നെ ഞാനും വാർത്ത ചെയ്തിരുന്നു. ഞാനൊരിക്കലും ആ നടൻ്റെ പേര് പറഞ്ഞില്ല. പിന്നീടാണ്, പിറ്റേ ദിവസമാണ് നടൻ്റെ പേര് പുറത്തു വരികയും ഷൈൻ ഡോൺ ചാക്കോയും സൂത്രവാക്യം എന്ന സിനിമയാണെന്ന് പുറത്തു വന്നത്. അതിനുശേഷവും വിൻസി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരിക്കലും വിൻസി പേര് പറയരുത് എന്ന് പറഞ്ഞു തന്നെയാണ് വിൻസി പരാതി നൽകിയെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എങ്ങനെ പേര് വന്നു എന്നൊക്കെ ഇനി പരിശോധിക്കാം. അതവിടെ നിൽക്കട്ടെ. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട വിൻസി അന്ന് പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു. അതിനുശേഷം സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി. അവിടെ പ്രധാനമായി അവർ പറയുന്ന 2-3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംവിധായകൻ കൃത്യമായി പറയുന്നു, സംവിധായകൻ എന്ന നിലയിൽ സെറ്റിൽ തനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കൃത്യമായി പറയുന്നു, 45 ദിവസമായിരുന്ന ഷെഡ്യൂൾ 39 ദിവസം കൊണ്ട് തീർത്തു. 27 ദിവസവും ഷൈൻ ഉണ്ടായിരുന്നു. ഒരു പ്രശ്നവും അവിടെ ഉണ്ടാക്കിയില്ല. ആര് പറയുന്നു വിശ്വസിക്കണം? സംവിധായകൻ പറയാണ്, ഷൈനെ കൊണ്ട് ഒരു വിഷയം ഉണ്ടായിട്ടില്ല. സെറ്റിൽ ഷൈൻ സൂപ്പറാണ്. മറുപടി, കൃത്യസമയത്ത് സെറ്റിലെത്തും, കൃത്യമായി ഷൂട്ട് പൂർത്തിയാക്കി. ഇതിൽ കൂടുതൽ എന്താണ്? വിൻസി പറഞ്ഞ എന്താണ്?
സംവിധായകൻ പറയുന്നതെന്നാണ്. അവിടെ വേറൊരു കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയാണ്. സംവിധായകൻ വീണ്ടും പറയുന്നു, സെറ്റിൽ വെച്ച് ഒരു പരാതിയും വന്നിട്ടില്ല. വിൻസി പറയുന്നു ഇങ്ങനെ വിഷയം ഉണ്ടായി, സംവിധായകൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ ഉള്ളവരോട് പറഞ്ഞു, അതിനുശേഷമാണെന്ന് പറയുന്നു. അപ്പോൾ സംവിധായകൻ വന്നിരുന്ന് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുകയാണ്. സെറ്റിൽ വെച്ചൊരു പരാതിയും വന്നിട്ടില്ല, സെറ്റിൽ ഒരിക്കൽ പോലും ഒരു മോശം അനുഭവം ഉണ്ടായതായി പറഞ്ഞിട്ടില്ല. അപ്പം എങ്ങനെയാണ് നമ്മൾ വിഷയം? ഒരു മോശമുണ്ടായ അനുഭവം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു സംവിധായകൻ. ആരും പറഞ്ഞിട്ടില്ല. വിൻസി പരിചയമുള്ള ആരോടെങ്കിലും പറഞ്ഞു കാണും, പക്ഷേ പരാതിയായി ആരും പറഞ്ഞിട്ടില്ല. കേട്ടു നോക്കുക, ആ വാക്കുകൾ കേട്ടു, സംവിധായകൻ പറഞ്ഞുകൊണ്ട് കേട്ടു നോക്കാം. ഇല്ല. പരാതി നിങ്ങൾ അറിഞ്ഞതടക്കം ഇതുപോലെ വിൻസി അവരുടെ ഇൻസ്റ്റഗ്രാമിലൂടെ പറഞ്ഞ ശേഷം മാത്രമാണ്. അതിനുശേഷം എന്ത് നടപടിയാണ് ഉണ്ടായത്? പിന്നീട് ICC അവരായിട്ട് കണക്ട് ചെയ്തു, ഒഫീഷ്യലി പരാതികൾ എഴുതി മേടിച്ചു, അതിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നു. സിനിമ പൂർത്തീകരിക്കാൻ വേണ്ടി അത് മുന്നോട്ട് പോകട്ടെ എന്ന് വെക്കുകയാണ് വിൻസി പറഞ്ഞത്. ICCക്ക് കംപ്ലൈന്റ് സെറ്റിൽ കിട്ടിയിട്ടില്ല. എന്റെ സിനിമ 45 ദിവസത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഞാൻ 39 ദിവസം കൊണ്ട് ഷൂട്ട് തീർത്തു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 39 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റില്ല. അത്രയും ഫാസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. വിൻസി പറയുന്നത് ആക്ച്വലി സിനിമ സെറ്റിലുള്ള ആളുകൾക്ക് ഈ വിഷയം അറിയാമായിരുന്നു. സ്വാഭാവികമായും സിനിമ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് വലിയ സ്ട്രഗിൾ ആണ്. അപ്പൊ അതിന് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടത് കൊണ്ടും സിനിമ സെറ്റിലുള്ള ഇതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞതുകൊണ്ടുമാണ് താൻ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നത് എന്നാണ് വിൻസി പറയുന്നത്. അപ്പൊ ചോദിക്കുന്നത്, അവർ പറയുന്നത് തെറ്റാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ സ്പെസിഫിക്കലി അവര് ഏത് ടെക്നീഷ്യൻസിനാണ് ഇതറിയാന്നുള്ളത് പറഞ്ഞിട്ടില്ല. ചിലപ്പോ അവര് സഹപ്രവർത്തകരായ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ചീഫ് ടെക്നീഷ്യൻസിന് ആർക്കും ഈ വിവരം അറിയണ്ടായിരുന്നില്ല. എനിക്ക് എന്റെ സെറ്റില് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. എനിക്ക് എന്റെ സെറ്റില് ബുദ്ധിമുട്ടുള്ള സെറ്റില് പടം പെട്ടെന്ന് തീരില്ല, അല്ലേ? തീരില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവും പകലും കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. എന്റെ സെറ്റ് ഞാൻ വളരെ ചിട്ടയോടുകൂടി നല്ല അച്ചടക്കത്തോടുകൂടി തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകളൊന്നും ഈ വിഷയത്തെ പറ്റി നേരത്തെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഓൾറെഡി ഇത് തീർപ്പായാണ്. ഇങ്ങനെ ഒരു മീഡിയയുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയേണ്ട അവസ്ഥ വരത്തില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ വിൻസി പറഞ്ഞതാണോ കള്ളം, സംവിധായകൻ പറഞ്ഞതാണോ കള്ളം? തിരിച്ചറിയണം ഇത്. ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച്, ആ വ്യക്തിയുടെ പേര് പറയാതെ ഒരു വിൻസി ഇപ്പോഴും പറയുന്നു, പേര് പറഞ്ഞിട്ടില്ല. മറ്റുള്ളവർ പേര് പറയുന്നു, പേര് സ്ഥിരീകരിക്കപ്പെട്ടു, പോലീസ് വരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട വേറെ കേസാണ്. അപ്പോൾ ഇതും ഒരു സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യലുണ്ടായി കാണും. വിൻസി അലോഷി എന്ന് പറഞ്ഞ ഒരു അഭിനേത്രി ലൈവിൽ വന്ന് പറയുന്നു, അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ സംവിധായകൻ്റെ അടുത്തും നിർമ്മാതാവിൻ്റെ അടുത്തും അണിയറ പ്രവർത്തകരുടെ അടുത്തും ഞാൻ പറഞ്ഞിരുന്നു. അന്ന് അവരെല്ലാം സോൾവ് ചെയ്ത് കാല് പിടിക്കുന്ന നിലയിലേക്ക്, അതിൻ്റെ വാക്കങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഊഹിക്കാം, കാല് പിടിക്കുന്ന നിലയിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് ഷൂട്ട് തീർത്തതെന്ന് പറയുമ്പോൾ സംവിധായകൻ പറയുന്നു ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഷൈൻ ടോം ചാക്കോ സൂപ്പറാണ്, സെറ്റിൽ അങ്ങനെ ഒരു പ്രശ്നക്കാരനല്ല, പ്രശ്നമുണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ രണ്ട് നിലയിലിരിക്കുമ്പോഴാണ് താരസിംഗിൻ്റെ അമ്മ ഷൈൻ ടോം ചാക്കോ മെമ്പറായതുകൊണ്ട് വിശദീകരണം തേടാൻ നിൽക്കുന്നു, ചേംബർ ഇടപെടാൻ നിൽക്കുന്നു. ഇതാര് പറയാനും വിശ്വസിക്കും? അന്നൊരു കംപ്ലൈൻറ്റ് ചെയ്യാതെയാണ് വിൻസി അലോഷി പോയത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, IC കമ്മിറ്റി ഉണ്ട്. IC കമ്മിറ്റി അന്ന് പരാതിപ്പെട്ടിട്ടില്ലായിരുന്നു. IC കമ്മിറ്റി ഇടപെട്ടില്ല. IC കമ്മിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. IC കമ്മിറ്റിയുടെ കാര്യം ഈ സംവിധായകൻ പറയുന്നുണ്ട്. അങ്ങനെ കമ്മിറ്റിയിൽ ഒരു പരാതിപ്പെട്ടിട്ടില്ല. പക്ഷേ IC കമ്മിറ്റിയിൽ പരാതിപ്പെടുന്നതിന് സമയമുണ്ട്. അന്ന് തന്നെ പരാതിപ്പെടണമെന്നില്ല. ഒരു സിനിമയുടെ തുടക്കം മുതൽ റിലീസ് കഴിഞ്ഞ് 3 മാസം വരെ IC കമ്മിറ്റിക്ക് ആ സിനിമയുടെ IC കമ്മിറ്റിക്ക് സമയമുണ്ട്. അതിൽ എപ്പോഴെങ്കിലും പരാതിപ്പെട്ടാൽ മതി എന്നാണ് നിയമം. അന്ന് IC കമ്മിറ്റിയിലുണ്ടായിരുന്ന സായുജ്യ, സന്ധ്യ TS, ആതിര, അനഘ അനറ്റ്, അഡ്വക്കേറ്റ് സുജന്യ, ഇവരാണ് അന്ന് IC കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് കിട്ടുന്ന വിവരം. ഇവരോട് പരാതി രേഖാമൂലം പരാതി കഴിഞ്ഞ ദിവസം മറ്റാണ് നൽകിയതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എനിക്ക് കിട്ടിയ വിവരം. ഇതിനു മുമ്പ് അത്തരം ഒരു പരാതി അവിടെ പറഞ്ഞിട്ടില്ല, രേഖാമൂലം കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഷൈൻ ടോം ചാക്കോ എന്തോ വലിയ കുറ്റം ചെയ്തു എന്ന് പറയുമ്പോഴും വിൻസി അലോഷിക്കുണ്ടായ അനുഭവം പറയുമ്പോഴും വിൻസി പറയുന്ന ന്യായമാണെന്ന് വിശ്വസിക്കുകയും സംവിധായകൻ പറയുന്നത് ന്യായമല്ല എന്ന് വിശ്വസിക്കുകയും വേണോ? അതോ സംവിധായകൻ പറയുന്നത് ന്യായമാണെന്നും വിൻസി പറയുന്ന കള്ളമാണെന്ന് വിശ്വസിക്കണോ? ഈ ഒരു ചോദ്യചിഹ്നം ബാക്കി നിൽക്കുകയാണ്. എന്തായാലും നമുക്കറിയാം ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം തമാശകൾ ഒത്തിരി പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്നലെ പോലീസ് സ്റ്റേഷനിലെത്തി, കൃത്യസമയത്ത് തന്നെ എത്തി, അത് നമ്മൾ കണ്ടാണ്. പിന്നീട് വലിയ മാധ്യമ വിചാരണ പോലെ നടന്നിരുന്നു. അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കില്ല, അദ്ദേഹത്തെ ജാമ്യമില്ലാ വകുപ്പാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ വാർത്ത ചെയ്തിരുന്നു. ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ്,
പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്വന്തം ജാമ്യത്തിൽ വരെ ലഭിക്കാവുന്ന വകുപ്പ് മാത്രമുള്ളായിരുന്നു. അങ്ങനെ ഷൈൻ ടോം ജോക്കോ ഇന്നലെ വലിയ ചോദ്യം ചെയ്യലിന് കറക്റ്റായിട്ട് മറുപടി നൽകിയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ആ മറുപടി നൽകിയതിന് ശേഷം ഷൈൻ ടോം ജോക്കോ ജാമ്യം ലഭിച്ച് അദ്ദേഹം യാത്ര തിരിച്ചു. ഇനി ചൊവ്വാഴ്ചയാണെന്ന് എൻ്റെ അറിവിന് ചൊവ്വാഴ്ചത്തേക്ക് വീണ്ടും ചോദ്യം ചെയ്യാൻ വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പേരൻസിൻ്റെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ദിവസവും വരും, അങ്ങനെ ചോദ്യം ചെയ്യലുണ്ടാവും. പക്ഷേ ഇന്നലത്തെ ചോദ്യം ചെയ്യലൊക്കെ സഹകരിച്ചുകൊണ്ട് ഒരു പ്രശ്നമില്ലാതെ തന്നെ ജാമ്യം ലഭിക്കില്ല എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുമ്പോൾ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഷൈൻ ടോം ജോക്കോയുടെ കയ്യിൽ നിന്ന് അന്ന് ഹോട്ടലിൽ പോയപ്പോൾ ഓടിയെന്ന് പറയുമ്പോഴൊന്നും ഒരു ലഹരിയും അദ്ദേഹത്തിന് പിടിക്കപ്പെട്ടില്ല. അദ്ദേഹം ഓടാനുള്ള കാരണം ഗുണ്ടകളാണ് എന്ന് ഓർത്താണെന്ന് പറയുന്നു. ആ ഗുണ്ടകൾ തനിക്ക് സിനിമാ മേഖലയിലെ വളർച്ചയ്ക്കുള്ളവർ എതിർപ്പുള്ളവരുണ്ട്, അങ്ങനെ വല്ല ആയിരുന്നു എന്നോർത്താണ് താൻ ഓടിയെന്ന് പറയുന്നു. പക്ഷേ റൂമിലുണ്ടായിരുന്നവരെല്ലാം ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷൈനെയും ചോദ്യം ചെയ്യാൻ വിളിക്കുകയും എന്തായാലും ഷൈൻ ടോം ജോക്കോ അവിടെ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് സമ്മതിച്ചു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് സ്വയം തന്നെ അദ്ദേഹം പറയുന്നു. ആരുപയോഗിച്ചാലും തൻ്റെ പേരിലും മറ്റൊരാളുടെ പേരിലേക്കാണ് വരുന്നത്. സിനിമാ മേഖലയിൽ പല ആളുകളും ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അദ്ദേഹം മൊഴി നൽകിയെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുന്നു, ഞാൻ അതല്ല കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് വിൻസി അലോഷി പറഞ്ഞതും സംവിധായകൻ പറഞ്ഞതും വലിയ വ്യത്യാസമാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ സത്യസന്ധത പുറത്തു വരണം. ഇപ്പോൾ ചേംബർ നാളെ മീറ്റിംഗ് കൂടിയിട്ട് ഷൈനയുടെ നടപടിയെടുക്കാനാണ് താല്പര്യമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരാളുടെ ജോലി വിലക്കാനുള്ള സാധ്യത ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും മനസ്സിലാവുന്നു. ചേംബറിലും ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. കാരണം ഈ ചേംബറാണ് ഈ പേര് പുറത്തു വിട്ടതെന്ന്. പക്ഷേ ചേംബർ പുറത്തു വിട്ടോ എന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ ചേംബർ പുറത്ത് പറയുന്നതായി കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പോയി, സജീനന്ദയായിട്ട് ഒരു അഭിമുഖത്തിൽ പോലും ഇന്ന ആളുടെ പേര് എന്ന് തലേന്ന് പറഞ്ഞില്ല. പിന്നെ മാധ്യമങ്ങളിൽ പേരിലേക്ക് പോയപ്പോൾ, ഊഹാബോധങ്ങൾ വെച്ച പേരിലേക്ക് പോയപ്പോൾ അത് സത്യസന്ധമായ നിലയിലേക്ക് ആ പേരിലേക്ക് പോയി. അങ്ങനെ ചേംബറിൽ ഒരു അഭിപ്രായ വ്യത്യാസം നിൽക്കുന്നു. നിർമ്മാതാക്കളുടെ സംഘടന ഇത് എന്ത് ചെയ്യുമെന്ന് കാണണം. അങ്ങനെ എല്ലാ മേഖലയിലും ഫെപ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനകത്ത് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വിൻസി അലോഷി പറഞ്ഞതാണോ സത്യം, സംവിധായകൻ പറഞ്ഞാണോ സത്യം? വിൻസിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പരാതി ഉണ്ടെങ്കിൽ പരാതിയിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ആ പരാതി വിൻസി പറഞ്ഞതുപോലെ വിൻസി ഒരു പോലീസിനോ ഒരു എക്സൈസിനോ പരാതി നൽകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. സിനിമയുടെ പ്രശ്നം സിനിമയ്ക്കുള്ളിൽ പരിഹരിച്ച് തീർക്കണം എന്നാണ് വിൻസിയുടെ ആഗ്രഹം എന്ന് പറയുന്നു. അത് വിൻസിയുടെ ഒരു ആർജവമാണ്. ഒരു തൊഴിൽ നിഷേധിക്കാൻ വിൻസി ആർക്കും ഒരു തൊഴിൽ നിഷേധിക്കാൻ കൂട്ടുനിൽക്കില്ല എന്ന് വിൻസി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വിൻസി പറഞ്ഞതും സംവിധായകൻ പറഞ്ഞ ഒരു വ്യത്യാസങ്ങളാണ് ഞാൻ പ്രേക്ഷകർ മുമ്പിലേക്ക് വെച്ചത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.